Dear students, Java Sing പാക്കേജ് യൂസ് ചെയ്തിട്ട് ബട്ടൺ ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ നോക്കാം. JButton എന്ന കൺട്രോളാണ് സിങ് പാക്കേജിൽ ബട്ടൺ ക്രിയേറ്റ് ചെയ്യുന്നതിനായി യൂസ് ചെയ്തിരിക്കുന്നത്. JButton used to create a labeled button that has platform independent implementation. Button push result in some actions. It inherits abstract button class. JButton എന്ന ക്ലാസ് അബ്സ്ട്രാക്ട് ബട്ടൺ ക്ലാസ്സിൽ നിന്ന് ഇൻഹെറിറ്റ് ചെയ്തിരിക്കുന്നതാണ്. JButton എന്ന ക്ലാസ്സിൻ്റെ ക്ലാസ് ഡിക്ലെയർ ചെയ്യുന്നതിൻ്റെ സിൻടാക്സ് ആണ് താഴെ കാണുന്നത്. സിൻടാക്സ് എന്തുവാണ്? പബ്ലിക് എന്ന കീവേഡ് വേണം, ആക്സസ് സ്പെസിഫയർ ആണ് പബ്ലിക്, ക്ലാസ് ക്രിയേറ്റ് ചെയ്യാനുള്ള കീവേഡാണ് ക്ലാസ് എന്നത്, JButton ക്ലാസ് നെയിമാണ്. JButton എന്ന ക്ലാസ് അബ്സ്ട്രാക്ട് ബട്ടൺ എന്ന ക്ലാസ്സിൽ നിന്ന് ഇൻഹെറിറ്റ് ചെയ്തതാണ്. ആ ഇൻഹെറിറ്റ് ചെയ്തു എന്ന് കാണിക്കുന്നതിനുള്ള കീവേഡാണ് എക്സ്റ്റെൻസ്. ദെൻ എന്തെങ്കിലും ആക്ഷൻ പെർഫോം ചെയ്യണം എന്നൊക്കെ ഉണ്ടെങ്കിലും നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? ആക്സസിബിൾ എന്ന ഇൻ്റർഫേസ് ഇംപ്ലിമെൻ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ ഡിക്ലറേഷൻ്റെ സിൻടാക്സ് പബ്ലിക് ക്ലാസ് JButton എക്സ്റ്റെൻസ് അബ്സ്ട്രാക്ട് ബട്ടൺ ഇംപ്ലിമെൻറ്റ്സ് ആക്സസിബിൾ എന്നായി. JButton എന്ന ക്ലാസ്സിൻ്റെ കൺസ്ട്രക്ടേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. കൺസ്ട്രക്ടർ എന്താണെന്ന് ഇതിനു മുന്നേ പഠിച്ചിട്ടുണ്ട്. എന്തുവാണ് കൺസ്ട്രക്ടർ? ഒരു ക്ലാസ്സിൻ്റെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായി ഇൻവോക്ക് ചെയ്യുന്ന ക്ലാസ് നെയിം തന്നെ മെത്തേഡ് നെയിമായി വരുന്ന ഒരു മെമ്പർ ഫങ്ഷനാണ്, അല്ലെങ്കിൽ ഒരു മെമ്പർ മെത്തേഡാണ് കൺസ്ട്രക്ടർ എന്ന് പറയുന്നത്. കൺസ്ട്രക്ടർ മെയിൻ മെത്തേഡിലേക്ക് കോൾ ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് കൺസ്ട്രക്ടർ ഇൻവോക്ക് ആകും എന്നതാണ് അതിൻ്റെ പ്രത്യേകത. കൺസ്ട്രക്ടറിന് റിട്ടേൺ ടൈപ്പോ ഒന്നും ഇല്ല. അപ്പോൾ ഇവിടെ JButton എന്നത് ക്ലാസ് നെയിമാണെന്ന് പറഞ്ഞു. ആ ക്ലാസ് നെയിമിൻ്റെ തന്നെ സെയിം നെയിമുള്ള മെത്തേഡായിരിക്കണം കൺസ്ട്രക്ടർ. അപ്പോൾ ഇവിടെ 3 ടൈപ്പ് കൺസ്ട്രക്ടർ പറയുന്നുണ്ട്. ഫസ്റ്റ് കൺസ്ട്രക്ടർ JButton, അതിൽ ആർഗ്യുമെൻ്റ് ഒന്നും തന്നെ പാസ് ചെയ്യുന്നില്ല, അതുകൊണ്ട് അത് ഡീഫോൾട്ട് കൺസ്ട്രക്ടറാണ്. JButton സ്ട്രിങ് എസ്, അവിടെ ഒരു ആർഗ്യുമെൻ്റ് പാസ് ചെയ്യുന്നുണ്ട്. JButton ഐക്കൺ, ബട്ടണിൽ ഏതെങ്കിലും ഐക്കൺ വേണമെന്നുണ്ടെങ്കിൽ ഐക്കണാണ് ബട്ടണായിട്ട് കൊടുക്കേണ്ടതെങ്കിൽ ഏത് ഐക്കണാണെന്നുള്ളത് പാസ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ട് വരും. അത് ആർഗ്യുമെൻ്റായിട്ട് കൊടുക്കുക. JButton എന്ന മെത്തേഡ്, അതായത് ആദ്യത്തെ കൺസ്ട്രക്ടർ ക്രിയേറ്റ്സ് എ ബട്ടൺ വിത്ത് നോ ടെക്സ്റ്റ് ആൻഡ് ഐക്കണോ ടെക്സ്റ്റ് ഒന്നും ഇല്ലാത്ത ജസ്റ്റ് ഒരു ബട്ടൺ മാത്രം ക്രിയേറ്റ് ചെയ്ത് തരും. JButton സ്ട്രിങ് എസ് എന്നുള്ളത് ഒരു ടെക്സ്റ്റ് കൂടെ അവിടെ സ്പെസിഫൈ ചെയ്ത് പറയാനായിട്ട് പറ്റും. അതായത് ഇറ്റ് യൂസ് ടു ക്രിയേറ്റ് എ ബട്ടൺ വിത്ത് എ സ്പെസിഫൈഡ് ടെക്സ്റ്റ്. JButton അവിടെ ആർഗ്യുമെൻ്റായിട്ട് ഐക്കണാണ് പോകുന്നത്. അപ്പോൾ ഇറ്റ് ക്രിയേറ്റ് എ ബട്ടൺ വിത്ത് എ സ്പെസിഫൈഡ് ഐക്കൺ ഒബ്ജക്റ്റ്. അബ്സ്ട്രാക്ട് ബട്ടൺ ക്ലാസ്സിലെ ഡിഫറെൻറ്റ് മെത്തേഡ്സ് നമുക്കൊന്ന് നോക്കാം. There are several methods of abstract button class. First one, void set text. അവിടെ ആർഗ്യുമെൻ്റായിട്ട് സ്ട്രിങ് എസ് ആണ് പാസ് ചെയ്തിരിക്കുന്നത്. സെറ്റ് ടെക്സ്റ്റ് എന്നുള്ള മെത്തേഡ് യൂസ് ചെയ്യുന്നത് ഒരു ബട്ടണ് ടെക്സ്റ്റ് സ്പെസിഫൈ ചെയ്ത് പറയണമെങ്കിൽ സെറ്റ് ടെക്സ്റ്റ് എന്നുള്ള മെത്തേഡ് യൂസ് ചെയ്യാം. ഒരു ബട്ടണിൽ ഏത് ടെക്സ്റ്റാണ് സ്പെസിഫൈ ചെയ്തിരിക്കുന്നത് എന്നുള്ളത് റിട്ടേൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഗെറ്റ് ടെക്സ്റ്റ് എന്നുള്ള മെത്തേഡ് യൂസ് ചെയ്തിരിക്കുന്നത്. അവിടെ റിട്ടേൺ ടൈപ്പ് എന്നുള്ളത് സ്ട്രിങ് തന്നെ ആയിരിക്കണം. അപ്പോൾ സ്ട്രിങ് ഗെറ്റ് ടെക്സ്റ്റ് എന്നുള്ള മെത്തേഡ് യൂസ് ചെയ്യാം. വോയിഡ് സെറ്റ് എനേബിൾഡ് ബൂളിയൻ ബി. ബൂളിയൻ ഡാറ്റ ടൈപ്പ് നമുക്കറിയാം ട്രൂ ഫോൾസ്, അതായത് ഇവിടെ എനേബിൾ അല്ലെങ്കിൽ ഡിസേബിൾ എന്ന് കാണിക്കാനാണ്. ഒരു ബട്ടണിനെ നമുക്ക് എനേബിൾ ആണോ ഡിസേബിൾ ആണോ എന്ന് സെറ്റ് ചെയ്യാനാണ് സെറ്റ് എനേബിൾഡ് എന്ന മെത്തേഡ് യൂസ് ചെയ്യുക. നെക്സ്റ്റ് മെത്തേഡ് സെറ്റ് ഐക്കൺ. സെറ്റ് ഐക്കൺ എന്ന മെത്തേഡിൽ ആർഗ്യുമെൻ്റായിട്ട് ഐക്കണിൻ്റെ ഒബ്ജക്റ്റാണ് പാസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഏത് ഐക്കണാണ് ആ ബട്ടണിൽ സ്പെസിഫൈ ചെയ്യണം എന്ന് പറയാം.
ഐക്കൺ ഗെറ്റ് ഐക്കൺ, ഒരു ബട്ടണിൽ അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന ഐക്കൺ ഏതാണെന്ന് ഗെറ്റ് ചെയ്യണം, അല്ല റിട്ടേൺ ചെയ്യാനാണ് ഗെറ്റ് ഐക്കൺ എന്ന മെത്തേഡ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ റിട്ടേൺ ടൈപ്പ് ഐക്കൺ ആണ്. സെറ്റ് ന്യൂമോണിക് ആർഗ്യുമെൻ്റായിട്ട് ഇൻറ്റ് എ, അവിടെ ഒരു ന്യൂമോണിക് ബട്ടണിൽ സെറ്റ് ചെയ്യുന്നതിനായിട്ട് യൂസ് ചെയ്യാം. ഇനി നമുക്കതിൽ ആ ബട്ടണിൽ നമ്മൾ പുഷ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ പ്രസ് ചെയ്യുമ്പോൾ എന്തെങ്കിലും ഒരു ആക്ഷൻ പെർഫോം ചെയ്യണം എന്നുണ്ടെങ്കിൽ ഒരു ആക്ഷൻ ലിസണർ നമുക്ക് ആഡ് ചെയ്യേണ്ടതായിട്ട് വരും ആ ബട്ടണിൽ. അപ്പോൾ അവിടുത്തെ മെത്തേഡ് ആക്ഷൻ ലിസണർ ആഡ് ചെയ്യാനുള്ള മെത്തേഡാണ് ആഡ് ആക്ഷൻ ലിസണർ. ആക്ഷൻ ലിസണറിൻ്റെ ഒബ്ജക്റ്റ് ആർഗ്യുമെൻ്റായിട്ട് പാസ് ചെയ്ത് കൊടുക്കുക ടു ആഡ് ദ ആക്ഷൻ ലിസണർ ടു ദിസ് ഒബ്ജക്റ്റ്. ഇവിടെ ഒരു ഫ്രെയിം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഫ്രെയിമിൽ ക്ലിക്ക് ഹിയർ എന്ന ഒരു ബട്ടൺ ആഡ് ചെയ്തിരിക്കുകയാണ്. സ്വിംഗ് പാക്കേജ് നമുക്ക് പ്രോഗ്രാമിൽ യൂസ് ചെയ്യണമെങ്കിൽ ഇമ്പോർട്ട് ചെയ്യേണ്ട പാക്കേജാണ് javax.swing എന്നുള്ള പാക്കേജ്. അതാണ് ഇവിടെ പ്രോഗ്രാമിൽ ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് തന്നെ പറഞ്ഞിരിക്കുന്നത്. ഇമ്പോർട്ട് javax.swing എന്ന പാക്കേജ് ഇമ്പോർട്ട് ചെയ്യണം. ഇമ്പോർട്ട് javax.swing. അത് കഴിഞ്ഞ് ഒരു ക്ലാസ്സിൻ്റെ നെയിം പറഞ്ഞു. മെയിൻ മെത്തേഡിനകത്ത് ഫ്രെയിം ക്രിയേറ്റ് ചെയ്തേക്കുകയാണ്. ഫ്രെയിമിൻ്റെ നെയിമാണ് ബട്ടൺ എക്സാമ്പിൾ എന്നുള്ളത്. അത് ഫ്രെയിമിൻ്റെ തന്നെ അവിടെ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത് കാണാം ഔട്ട്പുട്ട് വിൻഡോയിൽ. ദെൻ ജെ ബട്ടൺ എന്ന ക്ലാസ്സിൻ്റെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യണം. ജെ ബട്ടൺ ഒബ്ജക്റ്റ് ഇവിടെ ബി ആണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ന്യൂ ജെ ബട്ടൺ ഓഫ് ലേബൽ അവിടെ തന്നെ പാസ് ചെയ്ത് കൊടുക്കുക. ബട്ടൻ്റെ നെയിം ക്ലിക്ക് ചെയ്യാം. ബി ഡോട്ട് സെറ്റ് ബൗൺസ് നമ്മൾ നേരത്തെ നോക്കിയതാണ്. സെറ്റ് ബൗൺസ് എന്നുള്ള മെത്തേഡ് എന്തിനു വേണ്ടിയിട്ടാണ്? ആ ബട്ടൺ നമ്മുടെ ഫ്രെയിമിൽ എവിടെയാണ് സെറ്റ് ചെയ്യേണ്ടതെന്നാണ് പറയുക. എക്സ് ഡിസ്റ്റൻസ്, അതായത് അവിടെ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് എത്രയാണ്, വെർട്ടിക്കൽ ഡിസ്റ്റൻസ് എത്ര, ബട്ടൻ്റെ വിഡ്ത്ത് ഹൈറ്റ്. അപ്പോൾ ഇവിടെ എക്സ് ഡിസ്റ്റൻസ് അതായത് ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് 50യും വെർട്ടിക്കൽ ഡിസ്റ്റൻസ് 100, വിഡ്ത്ത് 95, ഹൈറ്റ് 30. ആ രീതിയിൽ ഒരു ബട്ടൺ അവിടെ ക്രിയേറ്റ് ആയത് നമുക്കവിടെ സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അത് ഫ്രെയിമിലോട്ട് ആഡ് ചെയ്യണം. സോ എഫ് ഡോട്ട് ആഡ് ഓഫ് ബി എന്ന സ്റ്റേറ്റ്മെൻറ്റാണ് അവിടെ യൂസ് ചെയ്യേണ്ടത്. ഫ്രെയിമിൻ്റെ ഒബ്ജക്റ്റ് അങ്ങോട്ട് ഇപ്പോൾ ഫ്രെയിമിലോട്ടാണ് ആഡ് ചെയ്യേണ്ടത്. സോ എഫ് ഡോട്ട് ആഡ് ഓഫ് ബി. നെക്സ്റ്റ് ഫ്രെയിമിൻ്റെ സൈസ് സെറ്റ് ചെയ്തേക്കാണ്. എഫ് ഡോട്ട് സെറ്റ് സൈസ് ഓഫ് 400 എന്നുള്ളത് വിഡ്ത്തും ഹൈറ്റും ആണ്. ഫ്രെയിമിൻ്റെ വിഡ്ത്തും ഹൈറ്റും ആണത്. ലേഔട്ട് ഇല്ല, ഫ്രെയിം നമുക്ക് വിസിബിൾ ആക്കണം. സോ എഫ് ഡോട്ട് സെറ്റ് വിസിബിൾ ട്രൂ. ഇതെല്ലാം നേരത്തെ നമ്മൾ AWT പാക്കേജ് പഠിച്ചപ്പോൾ വിശദമായിട്ട് പഠിച്ചതാണ് ഈ വക കാര്യങ്ങൾ. നെക്സ്റ്റ് നമുക്ക് ജെ ബട്ടണിൽ എങ്ങനെയാണ് ഒരു ആക്ഷൻ ലിസണർ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ആക്ഷൻ ലിസണർ എന്തിനാണെന്ന് പറഞ്ഞു. എന്തിനാണ്? ഒരു പർട്ടിക്കുലർ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു പർട്ടിക്കുലർ ആക്ഷൻ നമുക്ക് പെർഫോം ചെയ്യണം. ഈ തന്നിരിക്കുന്ന വിൻഡോയിൽ എന്ത് ആക്ഷനാണ് പെർഫോം ചെയ്തേക്കുന്നതെന്ന് നോക്കുക. ക്ലിക്ക് ഹിയർ എന്ന ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ വെൽക്കം ടു ജാവ പോയിൻ്റ് എന്നാണ് ഡിസ്പ്ലേ ആകുന്നത്. ആ രീതിയിലാണ് ഈ പ്രോഗ്രാം സെറ്റ് ചെയ്തത്. അപ്പോൾ ഈ വിൻഡോ ഔട്ട്പുട്ട് വിൻഡോ സെറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ നമുക്കതനുസരിച്ച് വേണം പ്രോഗ്രാം എഴുതാനായിട്ട്. ജെ ബട്ടൺ എന്ന കൺട്രോൾ യൂസ് ചെയ്യണമെങ്കിൽ ജാവ എക്സ് എന്നുള്ള പാക്കേജാണ് വേണ്ടത്. അപ്പോൾ ജാവ എക്സ് ഡോട്ട് സ്വിംഗ് പാക്കേജ് അവിടെ ഇമ്പോർട്ട് ചെയ്യുക. AWTക്ക് വേണ്ടിയിട്ട് AWT പാക്കേജിലാണ് ഈവൻ ഹാൻഡ്ലിംഗ് കാര്യങ്ങളെല്ലാം ഉള്ളത്. ഈവൻ ഹാൻഡ്ലിംഗ് മെക്കാനിസം എല്ലാം വരുന്നത് AWT പാക്കേജിലാണ്. അതുകൊണ്ട് AWT പാക്കേജ് ഡോട്ട് ഈവൻറ്റ് ക്ലാസ് അവിടെ ഇമ്പോർട്ട് ചെയ്യണം. ദെൻ നോർമലി നമ്മൾ എഴുതുന്നത് പോലെ ഒരു ക്ലാസ് ക്രിയേറ്റ് ചെയ്തു. അവിടെ മെയിൻ മെത്തേഡ് നമ്മൾ എഴുതി. നെക്സ്റ്റ് എന്താ, ഒരു ഫ്രെയിം ക്രിയേറ്റ് ചെയ്യുവാണ്. ആ ഫ്രെയിമിൻ്റെ നെയിമാണ് ബട്ടൺ എക്സാമ്പിൾ. ജെ ഫ്രെയിം എഫ് ഈസ് ഈക്വൽ ടു ന്യൂ ജെ ഫ്രെയിം ബട്ടൺ എക്സാമ്പിൾ. അപ്പോൾ ജെ ഫ്രെയിം എന്നുള്ളത് സ്വിംഗ് പാക്കേജിൽ കൺട്രോളാണ്. ഫ്രെയിം ക്രിയേഷൻ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കണ്ടു. ദെൻ ഫൈനൽ ജെ ടെക്സ്റ്റ് ഫീൽഡ്. ഒരു ടെക്സ്റ്റ് ഫീൽഡ് ക്രിയേറ്റ് ചെയ്യാനുള്ള ഒബ്ജക്റ്റാണ് ടെക്സ്റ്റ് ഫീൽഡ് എന്ന ക്ലാസ്സിൻ്റെ ഒബ്ജക്റ്റ് TF എന്നുള്ളത്. അവിടെ ന്യൂ ജെ ടെക്സ്റ്റ് ഫീൽഡ് അത് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. ആ ടെക്സ്റ്റ് ഫീൽഡ് ഫ്രെയിമിൽ സെറ്റ് ചെയ്യാനാണ് സെറ്റ് ബൗണ്ട് എന്നുള്ള മെത്തേഡ് യൂസ് ചെയ്തിരിക്കുന്നത്. ദെൻ ജെ ബട്ടൻ്റെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തേക്കോ. ബട്ടൺ നെയിമാണ് ക്ലിക്ക് ഹിയർ എന്നുള്ളത്. ആ ബട്ടൺ നമുക്ക് ഫ്രെയിമിലോട്ട് ആഡ് ചെയ്യണം. അപ്പോൾ ഫ്രെയിമിൽ എന്ത് ചെയ്യുക, ബട്ടൺ ആഡ് ചെയ്യുന്നതിനായി ബി ഡോട്ട് സെറ്റ് ബൗൺസ് എന്നുള്ള മെത്തേഡ് നമ്മൾ യൂസ് ചെയ്തു. അതിൻ്റെ പൊസിഷനൊക്കെ കറക്റ്റാക്കി വെക്കാൻ വേണ്ടിയിട്ടാണ്. ബട്ടണിലാണ് ആക്ഷൻ ലിസണർ ആഡ് ചെയ്യേണ്ടത്.
ആക്ഷൻ ലിസ്ണർ ആഡ് ചെയ്യാനുള്ള മെത്തേഡ് ആഡ് ആക്ഷൻ ലിസ്ണർ. ബട്ടൻ്റെ നെയിം ബട്ടൻ്റെ ഒബ്ജക്റ്റ് ബി ആണ്. സോ ബി ഡോട്ട് ആഡ് ആക്ഷൻ ലിസ്ണർ ഓഫ് ന്യൂ ആക്ഷൻ ലിസ്ണർ എന്ന മെത്തേഡിനകത്ത് വീണ്ടും അവിടെ ഒരു ആക്ഷൻ പെർഫോം ചെയ്യണം. അപ്പോൾ ആക്ഷൻ പെർഫോമിനകത്ത് ആ ഈവൻ്റിൻ്റെ ഒബ്ജക്റ്റ് പാസ് ചെയ്യണം. അതാണ് ഇവിടെ ആക്ഷൻ ഈവൻറ്റ് എന്ന ക്ലാസ്സിൻ്റെ ഒബ്ജക്റ്റ് പാസ് ചെയ്തിട്ടുണ്ട്. ആ ഒബ്ജക്റ്റ് നെയിമാണ് ഇ. എന്തുവാണ് നമുക്ക് ഡിസ്പ്ലേ ചെയ്യിക്കേണ്ടത്? ടെക്സ്റ്റ് ഫീൽഡിൽ വെൽക്കം ടു ജാവ പോയിൻ്റ് എന്നാണ് പ്രിൻ്റ് ചെയ്യിപ്പിക്കേണ്ടത് അല്ലെങ്കിൽ ഡിസ്പ്ലേ ചെയ്യിപ്പിക്കേണ്ടത്. സോ ടി എഫ് ഡോട്ട് സെറ്റ് ടെക്സ്റ്റ് ഓഫ് വെൽക്കം ടു ജാവ പോയിൻ്റ് എന്നവിടെ പറയണം. അത് കഴിഞ്ഞ് നമ്മുടെ ഫ്രെയിമിലേക്ക് ബട്ടൺ ആഡ് ചെയ്യുക. ടെക്സ്റ്റ് ഫീൽഡ് ആഡ് ചെയ്യണം. അപ്പോൾ ബട്ടൺ ആഡ് ചെയ്യാൻ എങ്ങനെയാണ്? എഫ് ഡോട്ട് ആഡ് ഓഫ് ബി, ടെക്സ്റ്റ് ഫീൽഡിന് എഫ് ഡോട്ട് ആഡ് ഓഫ് ടി എഫ്. ഫ്രെയിമിൻ്റെ സൈസ് സെറ്റ് ചെയ്തു, ലേഔട്ട് നള്ളാക്കി, സെറ്റ് വിസിബിൾ റൺ ചെയ്യുമ്പോൾ ഇത്തരത്തിലൊരു വിൻഡോ നമുക്ക് ഔട്ട്പുട്ടായിട്ട് കിട്ടും. നെക്സ്റ്റ്, ഒരു ബട്ടണിൽ നമുക്ക് എങ്ങനെയാണ് ഇമേജ് ആഡ് ചെയ്യുക? നേരത്തെ പറഞ്ഞതാണ് ഐക്കൺ നമുക്ക് ബട്ടണിൽ ആഡ് ചെയ്യാനായിട്ട് സാധിക്കുമെന്നുള്ളത്. പഴയതുപോലെ തന്നെ സിങ്ക് പാക്കേജ് ഇമ്പോർട്ട് ചെയ്യണം. ജാവ എക്സ് ഡോട്ട് സിങ്ക് എന്നാണ് സിങ്ക് പാക്കേജ് ഇമ്പോർട്ട് ചെയ്യാൻ. ദെൻ ക്ലാസ് നെയിം എഴുതി, മെത്തേഡ് ഒരു മെയിൻ മെത്തേഡ് എഴുതി. അത് കഴിഞ്ഞ് ഫ്രെയിം ക്രിയേറ്റ് ചെയ്തു. ന്യൂ ജെ ഫ്രെയിം ബട്ടൺ എക്സാമ്പിൾ എന്നുള്ളതാണ് ഫ്രെയിം. ബട്ടൺ എക്സാമ്പിൾ എന്നത് ഫ്രെയിമിൻ്റെ ടൈറ്റിലാണ്. ദെൻ ഒരു ബട്ടൺ ക്രിയേറ്റ് ചെയ്തു. ആ ബട്ടണിനകത്ത് ഇമേജ് ഐക്കൺ ഏതാണ്, ഡി ഡ്രൈവോ ഏത് ഡ്രൈവിലാണോ എന്നുള്ളത് കൃത്യമായിട്ട് അവിടെ പാത്ത് അവിടെ സെറ്റ് ചെയ്ത് കൊടുക്കണം. അതാണ് അവിടെ ഡബിൾ കോട്ട്സിനകത്ത് കാണിച്ചിരിക്കുന്നത്. ദെൻ ആ ബട്ടൻ്റെ പൊസിഷൻ സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ആ ഫ്രെയിമിൽ എവിടെയാണ് വരേണ്ടതെന്ന്. അതാണ് ബി ഡോട്ട് സെറ്റ് ബൗൺസ് ഓഫ് 50, 100, 60, 30 എന്നൊക്കെ പറയുന്നത്. എഫ് ഡോട്ട് ആഡ് ഓഫ് പി. അത് കഴിഞ്ഞ് നമ്മൾ എന്താ ചെയ്തത്? അതിനെ ആ ബട്ടണിനെ ഫ്രെയിമിലോട്ട് ആഡ് ചെയ്തു. ഫ്രെയിമിൻ്റെ സൈസ് സെറ്റ് ചെയ്തു. സെറ്റ് സൈസ് എന്ന മെത്തേഡ് യൂസ് ചെയ്തിട്ട് ലേഔട്ട് നള്ളാക്കി ഫ്രെയിം വിസിബിൾ ആക്കണമെങ്കിൽ ട്രൂ എന്ന് കൊടുക്കുക. ദെൻ എഫ് ഡോട്ട് സെറ്റ് ഡീഫോൾട്ട് ക്ലോസ് ഓപ്പറേഷൻ, അതായത് ഒരു ഫ്രെയിം നമുക്ക് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അത് നിന്ന് നമുക്ക് എക്സിറ്റ് ചെയ്യണം, ക്ലോസ് ചെയ്യണം. അതിന് വേണ്ടിയിട്ടാണ് അതിനകത്ത് പാസ് ചെയ്തിരിക്കുന്ന ആർഗ്യുമെൻറ്റ് ജെ ഫ്രെയിം ഡോട്ട് എക്സിറ്റ് ഓൺ ക്ലോസ് എന്നാണ്. അപ്പോൾ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് അവിടെ വേണം. ദെൻ മെയിൻ മെത്തേഡ് കൺസ്ട്രക്ടറായിട്ട് എടുത്തിരിക്കുന്നത്. ആ കൺസ്ട്രക്ടർ അവിടെ എന്ത് ചെയ്യുക? ജസ്റ്റ് ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ കൺസ്ട്രക്ടർ അവിടെ ഇൻവോക്ക് ആയിക്കൊള്ളും. ഇത് ആടുമ്പോഴത്തേക്ക് നമ്മുടെ ബട്ടണിൽ ഒരു ഐക്കൺ ആയിരിക്കും സെറ്റ് ചെയ്ത് വരിക. ഒരു ഇമേജ് ആയിരിക്കും അവിടെ ബട്ടണിൽ ഡിസ്പ്ലേ ചെയ്ത് വരുന്നത്. അപ്പോൾ ജെ ബട്ടൺ എന്ന കൺട്രോൾ സിങ്ക് പാക്കേജിൽ എങ്ങനെയാണ് യൂസ് ചെയ്തിരിക്കുന്നതെന്ന് നന്നായി നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. താങ്ക് യു.